ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ 4 തരം വെറൈറ്റി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 30 ഗ്രാമോളം കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. 25 ഗ്രാം മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഈ പൗഡറെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതൊന്ന് കലക്കി എടുത്തതിന് ശേഷം ബാക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ആ പാലിൽ മിക്സായി വരുമ്പോൾ ബാക്കി വന്ന പാലില്ല, അതുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കരുത്, എന്നിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. കാരണം കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നമുക്കിങ്ങനെ കൈവെക്കാതെ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരൊന്ന് കലക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഇത്രയും വലിപ്പത്തിലുള്ളൊരു ബട്ടർ പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ബട്ടർ ഇതിലേക്ക് മെൽട്ടാക്കി എടുക്കാൻ. അതിൻ്റെ ചൂടാകൊണ്ട് തന്നെ അതങ്ങ് മെൽട്ടായിക്കോളും കേട്ടോ. പിന്നെ അതങ്ങ് ഇരിക്കും തോറും കുറുകി വരും. കാരണം കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്ലെയിമിൽ നിന്ന് ഇതങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലുള്ള പേപ്പർ ഗ്ലാസ്സിലാണ് ഒഴിച്ചു സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് മോൾഡോ അതല്ലെങ്കിൽ പുഡിംഗ് ട്രേ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് ഇതാകുമ്പം സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയല്ലേ വേണ്ടു. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ച ഈ പുഡിംഗ് മിക്സ് നമുക്ക് ഇതിലോട്ട് ഓരോ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതാകുമ്പോൾ നമ്മൾ സിലിക്കൺ മോൾഡൊക്കെ ഉണ്ടല്ലോ, അത് വേഗം നമുക്ക് അതിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കേണ്ട എളുപ്പത്തിന് വേണ്ടി ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ, ഹെയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഔട്ടാകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ മുകളിലിങ്ങനെ ഡോട്ട് പോലെ ആയി വരും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴത്തെ ഭാഗത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് 50 ഗ്രാമോളം കടലയാണ് എടുത്തിട്ടുള്ള, നിലക്കടലയില്ല. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പം തൊലിയോട് കൂടിയ കടല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ആ തൊലി കളഞ്ഞതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഉള്ളത് വാങ്ങിച്ചതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് എളുപ്പമായി കിട്ടി. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കല്ല, ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ മാത്രം പൊടിഞ്ഞാൽ മതി, അധികം അങ്ങ് പൗഡർ ആക്കരുത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 2 ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോക്കോ ചിപ്സിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തത്. ഏത് ക്രീമില്ലാത്ത ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ, ക്രീമുള്ളത് എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ പ്ലെയിൻ ബിസ്ക്കറ്റ് കേട്ടോ. ഇനി രണ്ടും ഞാനൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നേരത്തെ കടല ക്രഷ് ചെയ്തെടുത്തതുപോലെയല്ല, ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇത്രയും ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കടല പോലെ ക്രഷ് ചെയ്തെടുത്താൽ പോരാ, ഇത് നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. ഇനി കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോവും. നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. ഇനി ഇത്രയും ചെറിയ പീസ് ബട്ടർ കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടറും കൂടെ അതിലേക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്, ക്രീമി കൺസിസ്റ്റൻസി കേട്ടോ. അതാണ് ഞാൻ പറയാം ക്രീമുള്ള ബിസ്ക്കറ്റ് എടുക്കരുതെന്ന്. ഇനി ഞാനിതാ പൈപ്പിംഗ് ബാഗിലാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൈപ്പിംഗ് ബാഗ് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ മിൽമയുടെ കവറോ അതല്ലെങ്കിൽ പിന്നെ സാധാരണ ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ കഴിയും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ എളുപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുഴുവനും ഇതിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ.
ഇപ്പോൾ ഇതാ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി സെറ്റായി കിട്ടി കേട്ടോ. ഒന്ന് സെറ്റാവുന്ന സമയത്ത് കണ്ടോ ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ സൈഡിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിക്കൽ പേപ്പർ ഗ്ലാസ് അതല്ലെങ്കിൽ ഏതെങ്കിലും മോൾഡ് എടുക്കാൻ കേട്ടോ. സിൽക്ക് മോൾഡൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടി. ഇനി ഇത് നമുക്ക് അങ്ങോട്ടൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് ട്രേയിലാണോ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് അതിൽ നിന്നങ്ങ് വിടുവിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ ഞാൻ സ്പീഡിലിട്ട് കാണിക്കാം കേട്ടോ. ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോൾ ഇനി ഒന്ന് ഞാൻ ആ കടല നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് വശം ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റോൾ ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ട്രേയിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശത്ത് കടല ഒന്നിങ്ങനെ കൈകൊണ്ടിങ്ങനെ പറ്റിച്ചു കൊടുക്കുക. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നില്ലേ അതേ കണക്ക് കേട്ടോ. ഇനി ഇതാ രണ്ടാമത്തതും അതേ കണക്ക് തന്നെ ചെയ്യുന്നത്. കണ്ടോ ഈ സൈഡ് വശം ഇങ്ങനെ ഇതിൽ വെച്ച് ചെയ്യുന്നതിന് പകരം ആ ട്രേയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേങ്കിൽ ഇത് തണുപ്പ് പെട്ടെന്ന് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് മെൽട്ടായി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തതും ട്രേയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറയായിരുന്നേ. ഇനി ഇതാ 6 പീസാണ് എനിക്കൊരു ട്രേയിലോട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബിസ്ക്കറ്റിൻ്റെ ക്രീമില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രേയിലാണ് വെക്കുന്നെങ്കിൽ ട്രേയിൽ വെക്കുന്നതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പിന്നെ നട്ട്സുകളൊന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ ക്രീം വെച്ചല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വെച്ച് കൊടുക്കുക. പിസ്തയോ കാഷ്യൂ നട്ട്സോ അതല്ലെങ്കിൽ ഈ കടലയുടെ തന്നെ കുറച്ച് എടുത്തിട്ട് മുകളിലോട്ട് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പി അല്ലേ. കാണാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. ഇത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് ഉൾവശമൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ ഇതൊരു പാർട്ടികളൊക്കെ വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ടേസ്റ്റുള്ള സംഭവമല്ലേ. ഇനി നെക്സ്റ്റ് പുഡിങ് ആൽമണ്ട് പുഡിങ് തന്നെ. ഇതും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആൽമണ്ട് പുഡിങ്ങിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ലൈറ്റ് ചൂടുവെള്ളം വെച്ചിട്ടാണ് ഞാൻ കുതിർത്തി എടുക്കുന്നത്. അത് അതിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണമെങ്കിൽ തലേന്ന് രാത്രി പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ പകൽ എടുത്തിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാമല്ലോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ആൽമണ്ട് കുതിർന്ന് വരുമ്പോഴേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം അങ്ങ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന പോലെ അങ്ങ് വറുത്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അതിലുള്ള വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ. ഇനി റോസ്റ്റ് ചെയ്ത് ഈ തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളത് തന്നെ അതൊന്ന് പീസാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ പീസാക്കിയ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഇനി ബീട്രൂട്ട് വെന്തോന്നൊന്ന് നോക്കാം. അധികം അങ്ങ് വെന്തോടയണമെന്നില്ല, ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ബീട്രൂട്ട് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആൽമണ്ട് ഇല്ലേ അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്നൊരു വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കൂടുതലാവേണ്ട. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ അരച്ച് വെച്ച ബദാം പേസ്റ്റ് ഇല്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കുന്നത്. തണുത്ത വെള്ളത്തിൽ കലക്കാൻ നിൽക്കരുത്.
ഇനി നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരൊന്ന് കലക്കിയെടുക്കുക. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 5 ടേബിൾ സ്പൂണോളം, ഏകദേശം ഒരു 1/4 കപ്പോളം പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് എടുക്കുന്നത് തന്നെ. ഇപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലോട്ട് ചൈന ഗ്രാസ് ഒരു 100 ഗ്രാമോളം എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. കുതിർത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽട്ടാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുതിർത്തി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് തണുക്കാനായിട്ട് മാറ്റി വെച്ച ഈ റോസ്റ്റഡ് കോക്കനട്ട് ഇല്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഇതുപോലെ അധികം അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഇത്രയും മതി. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ബീട്രൂട്ടും തണുത്ത് വന്നിട്ടുണ്ട്, അതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുതിർത്തി വെച്ച ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സോസ് പാനിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടായി വരാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ആ മിൽക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബദവും കൂടി മിക്സ് ചെയ്ത മിൽക്കില്ലേ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളക്കുന്ന അതേ സമയത്ത് തന്നെ വേണേ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേ സമയം തന്നെ ചൈന ഗ്രാസിന് ഇളക്കി കൊടുക്കണേ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൾപ്പില്ലേ, ബീട്രൂട്ട് പൾപ്പ്, അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ നല്ലൊരു പിങ്കിഷ് കളറായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ക്യാരറ്റ് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് നമ്മൾ മിൽക്ക് പൗഡർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വാനില എസൻസ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഫ്ലേവർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ബദാം മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് മെൽട്ടായതിന് ശേഷം നമുക്ക് ഒരു അരിപ്പേ കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണേ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. പാല് തിളച്ചതിന് ശേഷം പിന്നെ കുറേ സമയം ചൈന ഗ്രാസ് വെച്ചിരിക്കരുത്. ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. ഇനി ചൂടോട് കൂടിയിട്ട് ഈ ബദാം മിൽക്ക് മിക്സ് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ബൗള് നിങ്ങൾ ഏത് രീതിയിലുള്ള സ്ക്വയറാണോ റൗണ്ടാണോ അതൊക്കെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഷേപ്പ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇത് ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലൊരു ചെറിയ ഒരു ബൗളിലോട്ട് കൂടെ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ടുള്ള ആ ബബിൾസൊക്കെ ഇല്ലേ, ആ പത അതൊക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. അതല്ലെങ്കിൽ ആ പത ഇങ്ങനെ പൊട്ടിച്ച് കളയണേ ബബിൾസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് സെറ്റായി വരുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് അതിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വൃത്തികേടായി കിടക്കും കേട്ടോ. അപ്പോൾ അതങ്ങ് എടുത്ത് കളയുന്ന തന്നെ നല്ലത്. അതുപോലെ കൂടുതൽ സമയം ഇട്ട് ഇളക്കാൻ ചെയ്യരുത്. പതുക്കെ പതുക്കെ അതിൻ്റെ മുകളിലുള്ള ആ പത ഇങ്ങനെ എടുത്ത് കളയാം. ഇപ്പോൾ ഇതിൽ പദമൊക്കെ മുഴുവനും മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അധികം അങ്ങ് സെറ്റായി പോകരുത്. അതിനുശേഷം നമ്മളിതാ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച ഈ തേങ്ങയില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ ബദം ഞാൻ നീളത്തിൽ എരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെച്ച് ഇതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഞാനിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കട്ടെ. ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ അതും പിന്നെ അതുപോലെ ബദം നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇട്ട് വെച്ച് അതിനെ ഒന്ന് ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിയുന്നതും നിങ്ങൾ ആ ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ലേ ബദാം മിൽക്ക് മിക്സ്, ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ ആ പാലിലോട്ട് അങ്ങ് താഴ്ന്നു വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കട്ടെ. ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ അതും പിന്നെ അതുപോലെ ബദം നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇട്ട് വെച്ച് അതിനെ ഒന്ന് ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിയുന്നതും നിങ്ങൾ ആ ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ലേ ബദാം മിൽക്ക് മിക്സ്, ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ ആ പാലിലോട്ട് അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ച് ഒന്ന് സെറ്റ്
സെറ്റായി വരുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഭാഗത്തിന് കിട്ടും. അതുപോലെ ഇതായി ചെറിയ ബൗളിലും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തത്. അതേ സമയത്ത് തന്നെ അതിൻ്റെ മുകളിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട അതുകൊണ്ട് കറക്റ്റ് ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഭാഗത്തിന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല, വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. ഓവർനൈറ്റ് വെക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്കൊന്ന് സെറ്റായി കിട്ടും, അത്ര തന്നെ. ഇനി നിങ്ങൾക്ക് ക്രീമി കൺസിസ്റ്റൻസിയിൽ ആ പുഡിങ് ഇഷ്ടമെങ്കിൽ ഇതിലുള്ള ചേർത്ത ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് പുഡിങ് ക്രീമി ആയിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചിങ്ങനെ ബൈൻഡായി കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചൈന ഗ്രാസിൻ്റെ അളവ് മാറ്റി കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ പുഡിങ്ങായ മാംഗോ പുഡിങ് കോമൺ ആയിട്ടുള്ളല്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇനി മാംഗോ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാമോളം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുള്ള, അതിന് മുൻപ് ഇതൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ കുതിർത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽട്ടായും കിട്ടും. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്ത് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 2 മീഡിയം സൈസുള്ള മാമ്പഴം എടുക്കാം. നല്ല പഴുപ്പുള്ള മാമ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലത് പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശത്തുനിന്ന് ആ ഫ്ലഷ് ഇല്ലേ അത് മാത്രം ഇതുപോലെ നീളത്തിലരിഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുകൾ ഭാഗത്തുനിന്ന് തൊലി പീൽ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 2 മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ളതിന് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാമ്പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മധുരത്തിന് ആവശ്യമായത്, അപ്പോൾ ഓരോ മാമ്പഴത്തിനും ഓരോ മധുരമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ 1/2 കപ്പോളം പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മാമ്പഴത്തിന് തീരെ നാരില്ലാത്ത മാമ്പഴമായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് നാരോട് കൂടിയ മാമ്പഴമാണെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതുപോലെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി വേറൊരു ബൗളിലോട്ട് ഏകദേശം 1/2 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള പാലിൽ വേണം നമുക്ക് കസ്റ്റർഡ് പൗഡർ കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാലിലോട്ട് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തത്, ചൂടാക്കിയിട്ടില്ല കേട്ടോ. തണുത്തതുമല്ല അധികം ചൂടുള്ളതുമല്ല, അങ്ങനെയുള്ള സമയത്ത് കലക്കി വെക്കുക. അതുപോലെ ഫ്ലേവർ നിങ്ങൾക്ക് ഏതാണോ കസ്റ്റർഡ് പൗഡറിൻ്റെ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വാനില ആ ഫ്ലേവറാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ചൈന ഗ്രാസ് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനി ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കുതിർന്ന് വരുമ്പോൾ ചില സമയത്ത് മുഴുവൻ വെള്ളം അബ്സോർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഈ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വേറൊരു കടായി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മാംഗോ പൾപ്പില്ലേ അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അത് എന്തിനാന്ന് പറഞ്ഞാൽ ആ മാങ്ങയിലുണ്ടാകുന്ന ചെറിയൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ, ആ പുളിപ്പ് രസം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി, വല്ലാണ്ടങ്ങ് ചൂടാക്കി എടുക്കണം എന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടുന്ന് ആവുന്ന അതേ സമയത്ത് തന്നെ ഈ ചൈന ഗ്രാസ് മെൽട്ടാക്കി എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ രണ്ടും ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 അടുപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇതാ മാംഗോ പൾപ്പ് ഒരുവിധം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം പുളിപ്പൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റർഡ് ചേർത്ത പാലില്ലേ അതൊന്ന് ഈ സമയത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം യോജിപ്പിച്ച് കൊടുക്കാൻ. അതുപോലെ ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ പാല് പിരിഞ്ഞു പോകാൻ വഴിയുണ്ട് കേട്ടോ, ചെറുങ്ങനെ പുളിപ്പുള്ള മാമ്പഴമാകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അതൊന്ന് ചൂടാക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പം മാമ്പഴവും പാലും കൂടെ ഇനി ഈ പാലും കസ്റ്റർഡ് മിൽക്കും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ചൈന ഗ്രാസും ഒന്ന് മെൽട്ടായി വരുന്നുണ്ട്. അതേപോലെ ഇതിൽ ചേർത്ത കസ്റ്റർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലോട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. അപ്പോഴേക്ക് ഈ ഇതൊന്ന് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടായി വന്നോട്ടെ. അതേപോലെ നമ്മൾ ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കണേ. കാരണം കസ്റ്റർഡ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് വശത്തൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ വഴിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതാ ഇനി ചൈന ഗ്രാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബൗളിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു പാനിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ബൗൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഏതിലാണോ മെൽട്ടാൻ വെച്ചത് അത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ മെൽട്ടാക്കി എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പേ കൂടെ വേണം ഇത് അരിച്ചെടുക്കാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ബാക്കി വന്നതും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 100 ഗ്രാമിന് ഇതിന് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് അരിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെയും ചൂട് ഏകദേശം ഒരുപോലെ ആയിരിക്കണേ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിക്കിട്ടും. കണ്ടോ, ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ആയിക്കിട്ടെ. അധികം അങ്ങ് ലൂസും അല്ല അധികം അങ്ങ് തിക്കും അല്ലാത്ത ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഫ്ലെയിം ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിടരുത്. ഇനി ഏത് ബൗളിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗള് നമ്മളിത് ചൈന ഗ്രാസ് ചേർക്കുന്നതിന് മുൻപായിട്ട് തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണേ. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം പിന്നെ കുറേ സമയം വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി പോകും. ഇതുപോലൊരു ബൗളിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ബബിൾസ് വന്നിട്ടുണ്ടാവുമല്ലോ, ചൂടോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നല്ലേ. അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്ത് അതിങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ ആ ബബിൾസൊക്കെ പൊട്ടിയിട്ട് ആകെ വൃത്തികേടായി കിടക്കും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് വേണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ. ഞാനിതാ ഈ ചെറിയ ബൗളും കൂടി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാ മാമ്പഴവും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതേ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ആ സമയത്ത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ടങ്ങ് സെറ്റാവാൻ വെയിറ്റ് ചെയ്യരുത്. അന്നേരം പിന്നെ അതിങ്ങനെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കും. ഒരു ജസ്റ്റ് ഒന്ന് സെറ്റാകുന്ന സമയത്ത് മുഴുവനും ഇട്ട് കൊടുക്കുക. അതുപോലെ കാഷ്യൂ നട്ട്സോ ബദോ എന്താ നിങ്ങളടുത്തുള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഈ പിസ്ത ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഞാനിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രീസറിൽ വെക്കരുത്. വെച്ചിട്ട് ഒരു 1-1.5 മണിക്കൂറോ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 1.5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചെറിയ ബൗളിലുള്ളതും നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പുഡിങ് എപ്പോഴും ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെക്കുന്നത് നല്ലത്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിനും നിങ്ങൾക്ക് ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക. പക്ഷെ നമ്മളില്ലേ കുറച്ച് പേരൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും അത് മുഴുവൻ നമ്മൾ കഴിച്ച് തീർക്കില്ലല്ലോ. അപ്പോൾ അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മധുരം കഴിക്കണം എന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ ഒരു 3-4 ദിവസമൊക്കെ കേടുകൂടാതിരിക്കണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്ന നല്ലതെന്ന് അഭിപ്രായം കേട്ടോ. ഇനി 4ാമത്തെ പുഡിങ്ങായ സാബുദാന അഥവാ ചവ്വരി എന്നൊക്കെ പറയുന്നില്ല, അത് വെച്ചിട്ടുണ്ടാക്കുന്നതിന് ഇതും നല്ലൊരു പുഡിങ്ങാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 1/2 കപ്പ് ചവ്വരി അഥവാ സാബുദാന ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് കുതിർത്തി വെക്കണം. ഇപ്പോൾ ഞാനിത് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ചൂടാകുമ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പോൾ അത് കുതിർന്ന് വരുമ്പോഴേക്ക് കുറച്ച് വെള്ളം ഞാനൊരു വേറൊരു പാനിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയും കുതിർന്നാൽ മതി കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ കുതിർന്ന് വന്ന സാബുദാന ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ആവണ്ട, കുറച്ച് ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറച്ച് സമയത്തിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന ആ ടൈമിന് നമുക്കിതിലോട്ട് ഒന്ന് കളർ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇലാച്ചി പിസ്ത മിൽക്ക് മിക്സ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് മിൽക്ക് മിക്സ് ചേർക്കാം, നമ്മുടെ സ്ട്രോബെറി മിൽക്ക് മിക്സ് ചേർക്കാം. ഏതാണോ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചവ്വരി ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ചവ്വരി വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് വേറൊരു പാനിലോട്ട് ഒരു 100 ഗ്രാമോളം ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ.
ഇനി ഇത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസിന് പകരം അഗർ അഗർ പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അഗർ അഗർ പൗഡർ ചേർക്കുന്നതെങ്കിൽ പാല് തിളക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തി വെക്കാം. നമ്മൾ എത്രയാണോ മെൽട്ടാക്കി എടുക്കുന്നത് അത്രയും വെള്ളത്തിൽ. ഇപ്പോൾ ഇതാ സാബുദാന നന്നായിട്ട് വെന്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരിപ്പയിലിട്ടിട്ട് ഇതൊന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണേ, കൂട്ടിയിടരുത്. നമ്മൾ നൂഡിൽസൊക്കെ പോലെ ഇത് വല്ലാണ്ടെങ്കിൽ സ്റ്റിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലുള്ള വെള്ളം കൂടെ കളഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം മുഴുവനായിട്ട് പോകാനായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നല്ലതായിട്ട് വെള്ളം കളയണേ, അല്ലെങ്കിൽ പിന്നെ ഒരു വെള്ളത്തിൻ്റെ ചൊവയായിരിക്കും. ഇനി വേറൊരു പാനിലോട്ട് 1/2 ലിറ്റർ പാലിലാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ. 1/4 കപ്പോളം ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. മധുരം ഓരോരുത്തർക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കാരണം ഫ്രിഡ്ജിൽ വെച്ച് ഇത് തണുപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും മധുരം നമുക്ക് കുറയും. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി പാൽ ഇവിടുന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ചൈന ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കുതിർത്താൻ, അത് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കണം. നമ്മൾ പാല് എങ്ങനെയാണ് തിളപ്പിക്കുന്നത് അതേ ടൈമിൽ തന്നെ ഈ ചൈന ഗ്രാസും മെൽട്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരേ ടൈമിന് ചെയ്തെടുക്കുമ്പോൾ, കാരണം ചൈന ഗ്രാസ് മെൽട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് സ്റ്റിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് പാല് തിളക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് മെൽട്ടാക്കി എടുക്കാനും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പാല് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച സാബുദാനയില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പാലിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലും പഞ്ചസാരയും നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നേ, അതെന്നോട് പറയാൻ വിട്ടുപോയതാണ്. ചവ്വരി പാലിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിപ്പുറത്ത് അടുപ്പിൽ വെച്ച ചൈന ഗ്രാസില്ല അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം അത് പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ സ്റ്റിക്കായി വരും. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈവെക്കാതെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിൽ കൂടെ അതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ തീരെ ലംസ് ഇല്ലാതെ അതിലേക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ അരിച്ചു കൊടുക്കുമ്പോൾ അതിൽ കട്ട കെട്ടിയതൊക്കെ അതിലേക്ക് അങ്ങ് വീണോളും കേട്ടോ. അങ്ങ് തീരെ ഒട്ടും കട്ടയില്ലാതെ കിട്ടുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഡിങ് റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ സാബുദാന ലൈറ്റ് ഗ്രീൻ കളറായില്ലേ. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഗീ തടവിട്ടുണ്ടായിരുന്നേ. ഇനി ചൂടോട് കൂടിയിട്ട് ഈ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള നുരയുണ്ടാവുമല്ലോ, അത് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ എടുത്ത് കളയണേ. അല്ലെങ്കിൽ പിന്നെ ഇത് സെറ്റായി വരുമ്പോൾ ബബിൾസ് പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ അതങ്ങ് എടുത്ത് കളയാം. ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴത്ത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലോട്ട്, ചെറിയ 2 ബൗളിലോട്ട് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലൊരു ചെറിയ ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ സാബുദാന ഇല്ലായിരുന്നു കേട്ടോ. വെറും പ്ലെയിനായിട്ടായിരുന്നു അതിൻ്റെ ഇത് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലെയിനായിട്ടാണ് ഒഴിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ആ ലംസ് ഇതുപോലെ ഇങ്ങനെ നുര ഇങ്ങനെ എടുത്ത് കളയാം. ഇതിപ്പോൾ ഞാനിപ്പോൾ 3 ബൗളിലാക്കിയിട്ട് പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റൊരു ട്രേയിൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ താഴത്തെ ഭാഗത്ത് വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലത് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അടിവശത്ത് ലെയറായിട്ട് കിടക്കുന്നുണ്ടോ? അടിവശത്ത് ആ സാബുദാനയും മുകൾ ഭാഗത്ത് നമ്മൾ ആ മിൽക്കിൻ്റെ ആ ഒരു മിക്സും കൂടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് വരും. പക്ഷേങ്കിൽ ഞാൻ കുറച്ചുകൂടെ അത് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശം ഒന്നിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണേ. ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടായി വന്നില്ലേ? കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ സാബുദാന വെച്ചിട്ട് ഞാൻ ഇതിന് മുൻപൊരു പായസ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് സബ്സ്ക്രൈബ്സ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ലെയറായിട്ട് താഴത്തെ ഭാഗത്ത് ആ മിൽക്കിൻ്റെയും മുകളിൽ ആ സാബുദാനയൊക്കെ കാണുമ്പോഴും കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല ഭംഗി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ 4 പുഡിങ്ങും നല്ല വെറൈറ്റി ആയിട്ടുള്ളതല്ലേ. മാംഗോ പുഡിങ് ഒരു കോമൺ ആയിട്ടുള്ളതാണ്, ബാക്കിയൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതല്ലേ. ഈ 4 പുഡിങ്ങിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഈ ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.